പ്രിയമുള്ളവർ, ഈ വേദിയിൽ സംസാരിച്ചവരും സംസാരിക്കാനുള്ളവരുമായ ഓരോ വിശിഷ്ട വ്യക്തിയും എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും വളരെ പ്രിയപ്പെട്ടവരാണ് എന്ന് വിശേഷിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എൻ്റെ മുന്നിലിരിക്കുന്നവരും അങ്ങനെയുള്ളവർ തന്നെയാണ്. ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മംഗലത്തുകോണത്തെ ഈ ശാഖയിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ദർശന പഠന പരിപാടിയുടെ ഒന്നാമത്തെ വാർഷികാഘോഷം ഈ നിലയിൽ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ആദരിക്കുന്നതിനെത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും ഗുരുനാഥകളുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. എൻ്റെ പിന്നിലിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മഗൃഹം, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സ്വാമിയും, ആ ചെമ്പഴന്തി ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനുമാണ്. ഞാനിവിടെ എന്ത് സംസാരിക്കണമെന്നുള്ളൊരു ആശങ്കയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കുന്നത് മോശമായിരിക്കും. ഞാൻ എൻ്റെ മുന്നിൽ അനീഷിനെ കാണുകയായിരുന്നു. അനീഷിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. സ്വാമിയെയും ഞാൻ ആലോചിക്കുകയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് വാസുദേവാഷ്ടകത്തിൻ്റെ ഒരു കഷണവുമായി ചെമ്പഴന്തിയിൽ കാവ്യാലാപന മത്സരത്തിന് ചെന്ന എന്നെ ചെമ്പഴന്തിയിലെ മുഖ്യപ്രഭാഷകനാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞാൻ സംസാരിച്ച പ്രസംഗത്തിൻ്റെ ഒരു കഷണത്തെ ലോകം മുഴുവൻ എത്തിച്ച അത്ഭുത മാന്ത്രിക വിദ്യയുടെ ഉപജ്ഞാതാവ് ഗുരുപഥം TV-യുടെ ഈ അനീഷാണ്. ഞാനിന്ന് ലോകത്തെവിടെ ചെന്നാലും ഒരുപക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും എൻ്റെ അടുക്കൽ വന്നിട്ട് 1000 ഉറുപ്പികയുടെ ആ കഥ പറയുന്നതിന് കാരണക്കാരൻ ഈ അനീഷാണ്. ഇന്നലെയും എൻ്റെ ഉമ്മ പറഞ്ഞു, വീട്ടിലൊരു ചേച്ചി വന്നിരുന്നു. അവർ ഉമ്മയോട് ചോദിച്ചു, ആ 1000 രൂപ എവിടെയാണ് വെച്ചിരിക്കുന്നത്? എനിക്ക് കിട്ടാതെ പോയ ആ 1000 രൂപയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മഹത്വമുണ്ട് എന്നും കിട്ടാതെ പോകുന്നതിലൂടെ നമുക്ക് കിട്ടാനിരിക്കുന്ന അനേകം സൗഭാഗ്യങ്ങളിലേക്ക് ധാരാളം വഴികളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷത്തിൻ്റെ മധ്യത്തിലാണ് ചിലർ ചായ കുടിച്ചുകൊണ്ടും ചിലർ കുടിച്ച ചായയുടെ കപ്പ് താഴെ വെച്ചുകൊണ്ടും ചിലർ കിട്ടാത്ത ചായയെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടും ചിലർ കഴിച്ചതിൻ്റെ സ്നേഹത്തെ അഥവാ കഴിച്ച ഭക്ഷണം പാകപ്പെടുത്തിയ ആ എണ്ണ എന്ന സ്നേഹത്തെ വസ്ത്രത്തിലോ കയ്യിലോ തുടച്ചുകൊണ്ടും ശ്രീനാരായണ ഗുരുവിനെപ്പറ്റി കേൾക്കാൻ ഉത്സുകരായി ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായും ഇത് ഗുരു ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷത്തിൻ്റെ സാക്ഷാത്കാരമാണ് എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. കോലത്തുകരയെക്കുറിച്ച് പ്രിയപ്പെട്ട അധ്യക്ഷനും ഉദ്ഘാടകനും ഇവിടെ പറഞ്ഞു. കോലത്തുകരയെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം ഗുരു തനിക്ക് ദക്ഷിണ കിട്ടിയിരുന്ന ഒരു കുല പഴത്തെ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത സന്ദർഭമാണ്. ഞാൻ ആ സന്ദർഭത്തെപ്പറ്റി ഇവിടുത്തെ ഉദ്ഘാടന സമ്മേളനത്തിലും സംസാരിച്ചതായി ഓർക്കുന്നു. അമൂല്യമായത് കിട്ടിയാലും പൊതുസമൂഹം അമൂല്യമല്ല എന്ന് പറയുന്നത് കിട്ടിയാലും ശ്രീനാരായണൻ ചെയ്തിരുന്ന ഏറ്റവും വലിയ കാര്യം അതിനെ തൻ്റെ മുന്നിലെ മനുഷ്യർക്ക് പകുത്തു കൊടുക്കുക എന്നതാണ്. ഒരു കൊട്ടാരം തന്നെ സമ്പാദ്യമായി കിട്ടിയാലും ആ കൊട്ടാരത്തിൻ്റെ മുറികളിലേക്ക്
ജനങ്ങളെ ക്ഷണിക്കുന്ന അപാരമായ മനസ്ഥിതി ഉള്ള സ്നേഹത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് ഗുരുദേവനെക്കുറിച്ച് നാം സംസാരിക്കുന്ന ഒരു വേദിയിൽ ഒരു പരിഭവവുമില്ലാതെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഷയിൽ നമുക്ക് ചിരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ഒരു കവിൾ ചായ കുടിക്കാൻ പറ്റുന്നു എന്നത് ശ്രീനാരായണൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമായി ഞാൻ കാണുകയാണ്. തീർച്ചയായും സുമേഷിനെ പോലെയുള്ള പ്രാസംഗികർ ഇവിടെ പ്രസംഗിക്കാനുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കാം. ബഹുമിൽ ഹ്രാബൽ എന്ന ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലോസ്ലി വാച്ച്ഡ് ട്രെയിൻസ് എന്ന് പറയുന്ന നോവൽ 120 പുറങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ബഹുമിൽ ഹ്രാബലിൻ്റെ ഈ പുസ്തകം ലോക ചലച്ചിത്രവേദിയിൽ ചലനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഈ കൃതി ചെക്കോസ്ലോവാക്യയുടെ ഒരു മണ്ണിലേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഹിറ്റ്ലറിൻ്റെ നാസി ജർമ്മനിയുടെ പട്ടാളം ഇരച്ചു കയറുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു തീവണ്ടി സ്റ്റേഷന് കാവലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ആ കൃതി ആരംഭിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ മിലോസ് ഹ്രമ എന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ തൻ്റെ മുത്തച്ഛനെക്കുറിച്ചും മുത്തച്ഛൻ്റെ പിതാവിനെക്കുറിച്ചും കഥ പറയും. എൻ്റെ മുത്തച്ഛൻ ഓസ്ട്രിയൻ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വലിയ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളയാളാണ്, വലിയ ഒരു പെൻഷൻ നേടിയിട്ടുള്ളയാളാണ്. പക്ഷേ പിന്നെ ആ പെൻഷൻ അദ്ദേഹത്തിന് ഇല്ലാതായി എന്ന് പറഞ്ഞിട്ട് ആ മുത്തച്ഛൻ്റെയും പിതാവിനെക്കുറിച്ച് അദ്ദേഹം ഒരു കഥ പറയും. അദ്ദേഹം ഒരു ചെറിയ സർക്കസ് സംഘത്തിലെ ഹിപ്നോട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം സർക്കസ് കാണികളെയും സർക്കസിലെ മൃഗങ്ങളെയും സർക്കസിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവരെയും തൻ്റെ ഹിപ്നോട്ടിസം കൊണ്ട് മയക്കുന്ന വൈദഗ്ധ്യമുള്ളയാളായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വീട്ടിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴാണ് കുറച്ചാളുകൾ വന്ന് പറയുന്നത്, ജർമ്മനിയുടെ പട്ടാളം പ്രേഗിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തോക്കും പീരങ്കികളും അവരുടെ കാലാൾപ്പടകളും നമ്മുടെ നാടിനെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മുത്തച്ഛനൊരു തമാശ കാണിക്കും. അഖില ലോക ഹിപ്നോട്ടിസ്റ്റ് എന്ന പേരിൽ ഇയാൾ ആ പട്ടാളക്കാരുടെ മുന്നിലേക്ക് മെല്ലെ അടിവച്ച് ചെല്ലും. പ്രേഗിലെ മറ്റു മനുഷ്യരെല്ലാം പിന്നിലേക്ക് വലിയുമ്പോൾ ഈ മുത്തച്ഛൻ ഒരു പീരങ്കിക്ക് മുന്നിൽ ചെന്ന് നിന്നിട്ട് തൻ്റെ കൈകൾ വിടർത്തിയിട്ട് ആ തോക്കിനോട് നീ തിരിഞ്ഞുപോ എന്ന് പറയും. നീ തിരിഞ്ഞുപോയില്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോൾ ആ പീരങ്കിയുടെ മുകളിലിരുന്ന പട്ടാളക്കാരനൊന്ന് ചിരിക്കും. ജർമ്മൻ പട്ടാളക്കാർ ചിരിക്കും. അവർ മുത്തച്ഛൻ്റെ ഈ കോമാളിത്തരം കണ്ടുകൊണ്ട് നിൽക്കുകയും അയാളുടെ തലച്ചോറിന് മുകളിലൂടെ അവരുടെ പീരങ്കി പട്ടാളത്തെ കയറ്റി ഇറക്കി കൊണ്ടുപോവുകയും ചെയ്യും. ഇതൊരു വെറും തമാശയാണ് എന്നുള്ള നിലയിലല്ല ഹാബേൽ പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ ലോകം ഇടിച്ചു കുത്തി വരികയാണ്. നാം ഇരിക്കുന്ന തറയെ പിഴുതെറിയാൻ വേണ്ടി മഹാശക്തികൾ നമ്മുടെ ശിരസ്സിന് മുകളിലൂടെ വരികയാണ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഒരു ടാങ്കറിന് മുന്നിൽ ലോകപ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ റേച്ചൽ കോറി നിന്നതുപോലെ എന്നെ തകർത്തുകൊണ്ടല്ലാതെ നിങ്ങൾക്കെൻ്റെ പിറകിലെ മനുഷ്യരെ സ്പർശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ റേച്ചൽ കാറിയുടെ ശിരസ്സിന് മുകളിലൂടെയാണ് ഒരു ഇസ്രയേലി ടാങ്കർ കടന്നുപോയത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുന്നിൽ ലോകം നമ്മളെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടേക്ക് വരുമ്പോഴും ഒരു മാതാവിൻ്റെ കഴുത്തറുത്ത മകനെക്കുറിച്ചിട്ടുള്ള കഥ ടെലിവിഷനിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പിതാവിൻ്റെ തലയിലേക്കാണ് ഒരു ആസൂത്രിതമായ ആയുധം വന്ന് വീഴാൻ പോകുന്നതെന്ന് ഭയപ്പെടുന്ന ഒരു ലോകം നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ്. ഓരോ മാതാവും വീട്ടകത്തു നിന്ന് കൈ തൊഴുതുകൊണ്ട് താൻ ജനിപ്പിച്ച മകനോട് എന്നെ കൊല്ലരുതേ എന്ന് യാചിക്കുന്ന ഒരു ലോകം സംഭവിച്ചിരിക്കുകയാണ്. അവിടെ നമ്മളൊരു കോമാളിയെപ്പോലെ
ഖ്രാബേലിൻ്റെ കഥാപാത്രത്തെ പോലെ നീ തിരിഞ്ഞുപോ എന്ന് ഏതെങ്കിലും ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ മന്ത്രം ഉച്ചരിച്ചാൽ തിരിഞ്ഞു പോകുന്നതല്ല മുന്നിലെ ഈ കാലം എന്നതായിരിക്കണം ശ്രീനാരായണ ദർശന പഠന കേന്ദ്രത്തിൻ്റെ ഈ മീറ്റിംഗ് നമുക്ക് തരേണ്ട ഏറ്റവും വലിയ വെളിപാട്. നമ്മുടെ കയ്യിൽ ഇതിനെല്ലാമുള്ള ഔഷധമിരിക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ ഇതിനെല്ലാമുള്ള മരുന്നിരിക്കുമ്പോൾ നമ്മൾ എന്തിന് ഗുരുവിൽ നിന്ന് അകന്നു നിൽക്കണം, നാം എന്തിന് ഗുരുവിനെ എടുത്ത് ഉപയോഗിക്കാതിരിക്കണം എന്നതായിരിക്കട്ടെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമെന്നാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ള കാര്യം. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തിന് മുമ്പ് പ്രിയപ്പെട്ട സുരേഷ് സാറും രാജേഷ് സാറും ഒക്കെ അടങ്ങുന്ന സംഘാടകർ എന്നെ വിളിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ പ്രിയപ്പെട്ട ശിശുപാലൻ സാറും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ആ ഉദ്ഘാടന സമ്മേളനത്തിൽ നടത്തിയ മുഖ്യപ്രഭാഷണം ഞാൻ ഓർക്കുകയാണ്. കേരള സർക്കാരിൻ്റെ ശ്രീനാരായണ പഠന തീർത്ഥാടന ഗവേഷണ കേന്ദ്രം മംഗലത്തുകോണത്തെ ഈ പഠനത്തെ ഏറ്റെടുക്കുകയും നമുക്കതിനെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് ഈ നിലയിൽ ഇത്രയും വിപുലമായി വളരുന്ന ഒരു പ്രസ്ഥാനമായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ മാത്രം മനസ്സിലുറപ്പിച്ചിട്ടുള്ള സമർപ്പിത ചേതസ്സുകളുടെ ഉറക്കം കളഞ്ഞുള്ള നിശ്ചയദാർഢ്യവും ഓരോ ക്ലാസ് മുറിയിലേക്കും എത്തിച്ചേരാൻ ക്ഷമ കാട്ടിയ ഗുരുനാഥന്മാരുടെ മനസ്സും ഈ ഒരു ദർശന പഠന ക്ലാസ്സിനെ ഒരു വർഷം കൊണ്ട് ഈ നിലയിൽ വളർത്തിയെങ്കിൽ ഇതൊരു 10 വർഷം കഴിയുമ്പോൾ എന്തായി തീരും എന്നുകൂടി കാണാൻ നമുക്ക് കഴിയണം. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരനുഭവം വരികയാണ്. ഏതാണ്ടൊരു 1.5 മാസം മുമ്പ് ശ്രീനാരായണ വിജ്ഞാനീയത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് പെരുമ്പളം എന്ന ഗ്രാമത്തിലൊരു മീറ്റിങ്ങിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. പെരുമ്പളം എന്ന് പറഞ്ഞാൽ പൂത്തോട്ടയ്ക്കും പാണാവള്ളിക്കും അപ്പുറത്തൊരു ട്രയാങ്കിൾ പോലെ കിടക്കുന്ന സ്ഥലമാണ്. പെരുമ്പളത്തേക്ക് പോകാൻ ബോട്ടല്ലാതെ മറ്റൊരു യാത്രാമാർഗം ഇപ്പോഴുമില്ല. പൂത്തോട്ട എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ്. പാണാവള്ളിൽ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു സ്ഥലമാണ്. നമുക്കൊരു ത്രികോണം വരച്ചാൽ പാണാവള്ളിൽ ഇത്, പൂത്തോട്ട അത്, പെരുമ്പളം ഇത്. ബോട്ട് കയറിയിട്ട് പെരുമ്പളത്തേക്ക് പഠന ക്ലാസ്സിന് ഞാൻ ചെല്ലുന്നു. അന്നവിടെ ഞാൻ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ പെരുമ്പളത്ത് ഇത്രയേറെ മനുഷ്യർ എൻ്റെ വർത്തമാനം കേൾക്കാനുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അവിടെയും ഈ വീഡിയോയെ സംബന്ധിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു. സംഭാഷണമെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സംഘാടകരോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. പെരുമ്പളത്ത് ശ്രീനാരായണ ഗുരു വന്നിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ അറ്റ്ലസ് എന്ന ഒരു ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൻ്റെ എപ്പിഗ്രാഫായി ഞാൻ ഈ വാക്യമാണ് എഴുതി ചേർത്തത്. അദ്ദേഹം പറഞ്ഞ വാക്യം, പൂത്തോട്ടയിൽ പ്രതിഷ്ഠയ്ക്ക് വന്ന ഗുരു അവിടെ നിന്നിട്ട് പെരുമ്പളയെ ഒന്ന് നോക്കി നിന്നിട്ടുണ്ട്, എന്നിട്ട് ഗുരു അങ്ങ് പോയി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പൂത്തോട്ടയിൽ പ്രതിഷ്ഠയ്ക്ക് വന്ന ഗുരു അവിടെ പ്രതിഷ്ഠ നടത്തി തിരിച്ചുപോയി. ആ പ്രതിഷ്ഠാക്ഷേത്രത്തിലാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തീപ്പന്തം കൊളുത്തിയ TK മാധവൻ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ച നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. TKയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന് മുൻപ് സകലമാന മനുഷ്യർക്കും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയ പൂത്തോട്ടയിൽ വന്നു നിന്നിട്ട് ശ്രീനാരായണ ഗുരു പെരുമ്പളത്തെ ഒന്ന് നോക്കിയത്ര. പെരുമ്പളത്തെ ഒന്ന് നോക്കിയപ്പോൾ തന്നെ പെരുമ്പളത്ത് ഇത്രയേറെ ശ്രീനാരായണ ഭക്തരുണ്ടായി എങ്കിൽ ശ്രീനാരായണ ഗുരു ആ ബോട്ട് ജട്ടിയിൽ നിന്നൊരു വള്ളം കയറി പെരുമ്പളത്ത് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ശ്രീനാരായണൻ സഞ്ചരിച്ചു പോയ വഴി തന്നെയാണിത്. അരുവിപ്പുറം തൊട്ട ഗുരു, മരുത്വാമല സ്പർശിച്ച ഗുരു,
കൊടിതൂക്കിമല തൊട്ട ഗുരു, ഇപ്പുറത്ത് പുളികുടി അവസാനിപ്പിച്ച പെരുങ്കുടിയിൽ വന്ന് തൊട്ട ഗുരു, കോവളത്തെ തൊട്ട ഗുരു, ബാലരാമപുരത്തൂടെ പോയ ഗുരു, മംഗലത്ത് കോണത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ സ്പർശനത്തിൻ്റെ ചരിത്രം കൊണ്ട് നമുക്ക് ഇത്രയും മാത്രമുണ്ടാക്കിയാൽ പോരാ എന്നുള്ളതായിരിക്കണം ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷാത്കാരമെന്ന് ഓർത്തിരിക്കാനുള്ള ഒരു സന്ദർഭമായി തീരട്ടെ. രാജേഷ് സാർ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അത് ഐശ്വര്യമോളുടെ വീഡിയോയായിരുന്നു. അവൾ ഈ ക്ലാസ്സിലേക്ക് വന്നതിൻ്റെ വഴിയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യപ്പെട്ടവളല്ല. എന്നോട് ഈ ക്ലാസ്സിന് വരണമെന്ന് മാമി പറഞ്ഞു. ആ മാമിയുടെ പേരെനിക്കറിയില്ല. മാമി വാസുദേവാഷ്ടകം എന്നെ കേൾപ്പിച്ചു. വാസുദേവാഷ്ടകം ഒരു സൂര്യനെപ്പോലെ എൻ്റെ ശിരസിന് മുകളിൽ ഉണ്ടായിരുന്നു. ദൈവദശകം ഒരു ചന്ദ്രനെപ്പോലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അനുകമ്പാദശകവും ആത്മോപദേശ ശതകവും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭം എനിക്കുണ്ടായിരുന്നില്ല. വാസുദേവാഷ്ടകം ഇവിടെ വന്നിരുന്ന് കേട്ടപ്പോൾ വാസുദേവാഷ്ടകത്തിലെ നദിയിലൂടെ എനിക്ക് നീന്താൻ പറ്റിയെന്ന് ഐശ്വര്യ എന്നോട് പറഞ്ഞു. ഞാൻ ആ വീഡിയോ കേട്ടപ്പോൾ സത്യത്തിൽ തായോത്തെ ചിങ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പേരോർത്തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് വിശ്രുതനായ ഫിലോസഫൻ ലാവോത്സുവിൻ്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തപസ്സിനെക്കുറിച്ച് പറയുന്ന വാക്യം ഇതാണ്: നിങ്ങൾ മൃദുലനാകുവോളം ശ്വാസത്തെ ഏകാഗ്രമാക്കിയാൽ നിങ്ങൾക്കൊരു ശിശുവിനെ പോലെയാകാൻ കഴിയുമോ എന്നാണ് ആ വാക്യം. ശരീരത്തെ, മനസ്സിനെ മൃദുലമാക്കുവോളം നിങ്ങൾക്കൊരു ശിശുവിനെ പോലെയാകാൻ കഴിയുമോ? എന്നിട്ട് ലാവോത്സു അതിൻ്റെ വ്യാഖ്യാനത്തെ പറയും: ശബ്ദം പരുഷമാകാതെ ഒരു കുട്ടി അഹോരാത്രം കരയും. അതിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ സമഞ്ജസത അത്രയ്ക്ക് പരിപൂർണമാണ്. കയ്യിൽ യാതൊന്നുമില്ലാതെ അത് അഹോരാത്രം അതിൻ്റെ കയ്യെ ചുരുട്ടിപ്പിടിച്ച് കിടക്കും. ഇങ്ങനെയാണ് നിഷ്പക്ഷത എന്ന് ലാവോത്സു വ്യാഖ്യാനിക്കും. സത്യത്തിൽ നമ്മുടെ കൈ നിവർന്നിരിക്കുകയായിരുന്നു. വാസുദേവാഷ്ടകം തൊട്ട ഐശ്വര്യ അത് നിഷ്കളങ്കതയോടുകൂടി ചുരുട്ടിപ്പിടിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. ഇവിടുത്തെ ഈ പഠന ക്ലാസ്സിൽ ഉദ്ഘാടനം കഴിഞ്ഞു പോയ ഞാൻ അന്ന് സംസാരിച്ചതുപോലല്ല ഗുരുവിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുക. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനും അജയൻ അരുവിപ്പുറം സാറും കൂടി ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയൊന്ന് ചവിട്ടി. മരുത്വാമലയിൽ മുമ്പ് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ മരുത്വാമല ചവിട്ടുമ്പോൾ അവിടെ കാരയ്ക്ക വിൽക്കാനിരിക്കുന്ന അണ്ണനോട് ഞാൻ ചോദിച്ചു, അണ്ണ ആ കട്ടുക്കൊടി എവിടെ കിട്ടും? അപ്പം അണ്ണൻ പറഞ്ഞ്, കട്ടുക്കൊടി ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം കട്ടുക്കൊടി ഇല്ല. കട്ടുക്കൊടി എന്നാൽ തണ്ണിയെ കട്ടിയാഹക്കൊണ്ട് അത് കട്ടുക്കൊടി എന്നർത്ഥം. പണ്ട് ചെമ്പഴന്തിയൊക്കെ വിട്ടിട്ട് അഞ്ചുതെങ്ങിലൂടെ കറങ്ങി ശ്രീനാരായണൻ തപസ്സിൻ്റെ 1-ാം പാഠം കഴിഞ്ഞിട്ട് 2-ാം പാഠം പഠിക്കുന്നതിന് വേണ്ടി മരുത്വാമല കയറി ഒറ്റയ്ക്ക് മുകളിലേക്ക് ചെന്നു. അവിടെ തപസ്സിലിരിക്കുന്ന കാലത്ത് കൊടും വിശപ്പിൻ്റെ സന്ദർഭത്തിൽ ഭക്ഷണത്തിന് ശമനം വരുത്താൻ വേണ്ടിയിട്ട് താഴോട്ടിറങ്ങിയിട്ട് കട്ടുക്കൊടി പിഴിഞ്ഞ് ഒരു ഇലയിലൊഴിച്ചിട്ട് കുറച്ച് വെള്ളമെടുത്ത് അതിലൊഴിച്ച് കട്ടിപിടിച്ച് അപ്പം പോലെയാക്കി അതിനെ കഴിച്ചതിനെക്കുറിച്ച് പറയുന്നു. അണ്ണനോട് കട്ടുക്കൊടിയെപ്പറ്റി ചോദിക്കുമ്പോൾ അണ്ണൻ പറഞ്ഞത്, ഇങ്ക ഇല്ലേ ആശ്രമത്തിലെ പോങ്കോ അങ്ങേ ഒരു കട്ടുക്കടി ഉണ്ട്. ഞാൻ പറഞ്ഞു, അന്ത കട്ടുക്കൊടി എനക്ക് വേണ്ട, എന്നണ് തെരിയുമാ, ഇണ്ടന്ന് കട്ടുക്കൊടിയെ പറിച്ച് എങ്കേലും കൊണ്ട് വെച്ചാൽ അന്ത കട്ടുക്കൊടി അല്ലേ എൻ ഗുരു തൊട്ട കട്ടുക്കൊടി. എനക്ക് വേണ്ടത് എൻ ഗുരു തൊട്ട കട്ടുക്കൊടി ഇല്ലയാ, അന്ത കട്ടുക്കൊടിക്ക് പിള്ളയ്ക്ക് പിള്ള എനിക്ക് കിടക്കുമാ, ഇങ്ങ ഏതാവത് ഇരുന്നേനാ ഞാനൊന്ന് പാക്കട്ടും. ഞങ്ങൾ ക്യാമറ വെച്ചിട്ട് മരുത്വാമലയിലൂടെ ഇങ്ങനെ പരിശോധിക്കുക. നോക്കുമ്പോൾ എനിക്ക് ഒരു ഓന്ത് അത് കാണിച്ചു തന്നു. ഇതിനർത്ഥം ഞാൻ ഓന്തുമായിട്ട് സംഭാഷണമുണ്ട് എന്ന അന്ധവിശ്വാസം പറയുകയല്ല. ഞാനൊരു ഓന്തിനെ കണ്ടു. ആ ഓന്തിൻ്റെ താഴെ ഞാൻ നോക്കുമ്പോഴുണ്ട് മരത്തിൻ്റെ ഉള്ളിൽ കട്ടുകൊടിയിരിക്കുന്നു. അരുവിപ്പുറത്തോട് ഞാൻ പറഞ്ഞു, അജയൻ അരുവിപ്പുറം ക്യാമറ പെട്ടെന്ന് എടുക്കൂ, നമുക്ക് ആ കട്ടുകൊടിയെ പിടിക്കണം. കട്ടുകൊടി പിടിച്ച് ഓന്തിനെ പിടിച്ച് മുകളിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുന്നു. സാക്ഷാൽ ഗുരുദേവനിരുന്ന പിള്ളത്തടത്തിനുള്ളിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഗുരു ഒരിക്കൽ ഓർത്ത് പറഞ്ഞിട്ടുണ്ട്, കുമാരൻ എന്നോട് ചോദിച്ചു,
മരുത്വാമലയിൽ അങ്ങ് എത്ര കാലം തപസ്സിരുന്നു? അപ്പോൾ നാം പറഞ്ഞു, അനേക കാലം നാം തപസ്സിരുന്നു. എത്ര കാലമെന്ന് ഓർത്തെടുക്കാൻ അങ്ങേക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങേക്ക് അവിടെ നിന്ന് എന്താണ് കിട്ടിയത് എന്ന് കുമാരനാശാൻ്റെ ചോദ്യം. ആ കുമാരനാശാൻ എന്ന് പറഞ്ഞാൽ SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ ചോദ്യം. ഗുരുദേവൻ പറഞ്ഞു, അത് പറയാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീടൊരു മൗനത്തിന് ശേഷം ഗുരു പറഞ്ഞ വാക്യമാണ് പിള്ളത്തടത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന വാക്യം. ഞാൻ മരുത്വാമലയിൽ അനേക കാലം തപസ്സിരുന്നു. അനിർവചനീയമായ ഒരാനന്ദം മരുത്വാമലയിലിരുന്ന് ഞാൻ അനുഭവിച്ചു. ഗുരു മൗനം ധരിച്ചിട്ട് പിന്നെ പറഞ്ഞു, പക്ഷേ ഞാൻ അവിടെ നിന്നിറങ്ങുമ്പോഴുണ്ടല്ലോ, എൻ്റെ 2 സുഹൃത്തുക്കളെ വിട്ടുപോകുന്നതിൻ്റെ സങ്കടം ഞാൻ അനുഭവിച്ചിരുന്നു. ഒരു പാമ്പും ഒരു പുലിയും. അത് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് കാവൽ നിൽക്കുമായിരുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ പുലി എനിക്ക് കാവൽ നിൽക്കും, പാമ്പ് എൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടക്കും. പിള്ളത്തടത്തിലിരുന്ന് ധ്യാനിച്ചിട്ട് ഞാൻ ആ പിള്ളത്തടത്തോട് പറഞ്ഞു, ഗുരുവിൻ്റെ അടുക്കലൂടെ ഇഴഞ്ഞു പോയ ആ പാമ്പ് ഇവിടെങ്ങാനുമുണ്ടെങ്കിൽ കട്ടുക്കൊടി കാണിച്ചു തന്നതുപോലെ അന്ത പാമ്പൊക്കെ പിള്ളയോടൊന്ന് ചൊല്ലൂ, അതിനെ ഒന്ന് അടുത്തോടൊന്ന് വരാൻ. ഈ പാമ്പൊക്കെ അപ്പാപ്പ ഇല്ലയ മുത്തപ്പൻ, അന്ത മുത്തപ്പൻ ഗുരുവിന് അടുത്തിരുന്നു. ഈ പുലി അത് ഗുരുവിൻ്റെ അഹിംസാവ്രതശീലേ തുഹിംസ്രാ അഹിംസ്രാഹി ജന്തവ വിശ്വാസമുപഗച്ഛന്തി മാതരീവ പ്രമോദത എന്ന വാക്യത്തിൽ ഞാൻ ആ പാമ്പിനെ, പുലിയെ സ്പർശിക്കുന്നു. ഗുരു പറഞ്ഞിട്ടുണ്ട്, അഹിംസാവ്രതം ശീലമാക്കിയവർക്ക് ഹിംസ്രജന്തുക്കൾ ഒരു മാതാവിനതിൻ്റെ സന്താനങ്ങൾ എന്നതുപോലെ വഴങ്ങുന്നു. അഹിംസാവ്രതത്തിൻ്റെ പരമകാഷ്ഠയെ തൊട്ട ശ്രീനാരായണൻ്റെ മുന്നിലേക്ക് മലയതിലുണ്ട് മരുന്ന് 3 പാമ്പും പുലിയുമതിനിരുപാടുമുണ്ട് കാവൽ. പുലയനെടുത്തു ഭുജിച്ചു പാതിയിന്നും വിലസതി നീയുമെടുത്തു കൊള്ളുക നെഞ്ചേ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നു. ക്ലാസ്സിൽ ടീച്ചറെ പോലെയുള്ളവർ ശിവശതകം തുറന്നു വെച്ചിട്ട് പാഠം പറഞ്ഞു തരുന്നു. നാം വീട്ടിൽ വായിച്ച അർത്ഥത്തിനപ്പുറത്തിൻ്റെ സാംസ്കാരിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നു. നാം മരുത്വാമലയിലേക്ക് കയറുന്നു. ഇങ്ങനെയുള്ള സഞ്ചാരങ്ങൾക്ക് പ്രചോദനമായി തീരുന്ന ഈ മട്ടിലുള്ള ക്ലാസുകൾ ദേശം മുഴുവൻ നടപ്പിൽ വരുത്താൻ പോവുകയാണ് എന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി പറയുമ്പോൾ ആ പ്രഖ്യാപനം ഈ വേദിയിൽ വെച്ച് നടന്നു എന്നത് ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ദേശത്തിൻ്റെ മന്ത്രിയാണ് പറയുന്നത്, A or B. അതാരാണ് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ പരമമായ നിയമസഭയുടെ പ്രാതിനിധ്യമുള്ള ഒരു വ്യക്തി നിന്നിട്ട് പറയുകയാണ്, ഈ മംഗലത്ത് കോണത്ത് കാട്ടുനട അമ്മയുടെ മുന്നിൽ വെച്ച് നടന്ന ഈ മഹാസദസ്സിൻ്റെ മാതൃകയിൽ കേരളം മുഴുവൻ നടത്താൻ കഴിയുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണെന്ന് പറയുമ്പോൾ, വിദ്യ കൊണ്ട് നിങ്ങൾ പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് വിമോചനത്തിലേക്ക് പോവുക എന്ന് ശ്രീനാരായണൻ ആദ്യം പറഞ്ഞപ്പോൾ ഇത് നടക്കുമോ എന്ന് കേരളം സംശയിച്ചതുപോലെ ഇത് നടക്കാനിരിക്കുന്ന ഒരു വലിയ കാര്യത്തിൻ്റെ തുടക്കമായി കാണുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട സന്തോഷം. ഞാൻ എൻ്റെ വർത്തമാനത്തെ ചുരുക്കുകയാണ്. ദ ഇൻ്റലക്ട് ഹാസ് ലിറ്റിൽ ടു ഡൂ ഓൺ ദ റോഡ് ടു ഡിസ്കവറി. പ്രിയപ്പെട്ട സുരേഷ് സാർ എന്നോട് ചോദിച്ചു, എപ്പോഴാണ് വായനയൊക്കെ? ഞാൻ പറഞ്ഞു, ഇപ്പോഴൊക്കെ തന്നെയാണ്. പുസ്തകം കയ്യിൽ വയ്ക്കുക, എവിടെ ഇരുന്ന് വായിക്കാൻ പറ്റും അവിടെ ഇരുന്ന് വായിക്കുക. ഇനി നമ്മൾ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ സമയം കിട്ടുക, അവിടെ ഇരുന്ന് വായിക്കുക. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വലിയ ക്യൂ നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന് വായിക്കുക. മറിച്ച് നോക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു വാക്യം കാണുകയാണ്, ദ ഇൻ്റലക്ട് ഹാസ് ലിറ്റിൽ ടു ഡൂ ഓൺ ദ റോഡ് ടു ഡിസ്കവറി. ഒരു കണ്ടെത്തലിൻ്റെ പാതയെ സങ്കല്പിച്ചാൽ ഒരു ധൈഷണികന് അതിൽ വളരെ കുറച്ച് മാത്രമേ ചെയ്യാനുള്ളൂ. There comes a leap in consciousness. ഒരു ഘട്ടമെത്തുമ്പോഴുണ്ടല്ലോ, ഒരു രാസപ്രക്രിയയുടെ മധ്യത്തിൽ ഈ ശാസ്ത്രജ്ഞൻ്റെ തലച്ചോറിൽ അയാളുടെ ബോധം പൊട്ടിപ്പിളർന്ന് ഒരത്ഭുതം സംഭവിക്കും. കവിയെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ ഒരു ലീപ്പ് എന്ന്, ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയും. പിള്ളത്തടത്തിൽ തപസ്സിരുന്ന ഗുരു തപസ്സിൻ്റെ ഏതോ മധ്യത്തിൽ മിഴി മെല്ലെ ഒന്ന് തുറന്നിട്ട് ആ മഹാസമുദ്രത്തെ നോക്കിയിരിക്കാം. ആ മഹാസമുദ്രത്തിൽ ഗുരു കണ്ട അനിർവചനീയമായ അനുഭവത്തെ കടലിലെഴും തിര പോലെ കായമോരോ നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവിതിനങ്ങു ഹന്ത
മൂലസംവിത് കടലിൽ അജസ്രവമുള്ള കർമ്മമത്രേ എന്ന് അനുഭൂതി സാന്ദ്രമായി എഴുതി വയ്ക്കുന്നു. എത്രയോ വർഷം ആത്മോപദേശ ശതകം ഞാൻ വീട്ടിലിരുന്ന് വായിച്ചിട്ടുണ്ട്, പാഠപുസ്തകം തുറന്ന് വായിച്ചിട്ടുണ്ട്, എത്രയോ ക്ലാസ്സിലിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മരുത്വാമല ക്ലേശിച്ച് കയറി മുകളിലെത്തിയപ്പോൾ ആ പിള്ളത്തടത്തിലിരുന്ന് കാണുന്ന സമുദ്രം എന്നെ പഠിപ്പിക്കുകയാണ് അജസ്രവമുള്ള സമുദ്രത്തിൻ്റെ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ഗുരു നമ്മളെ പഠിപ്പിച്ച പാഠത്തിൻ്റെ സാക്ഷാത്കാരത്തിന് നാം ഒരുപാട് അലയേണ്ടി വരും എന്നർത്ഥം. അതിൻ്റെ ഒന്നാം പടി മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങൾ ഈ കസേരയിലിരുന്ന് കേൾക്കുന്നത്. ഇനി കസേരയിൽ നിന്ന് പഠിച്ചെഴുന്നേറ്റ് അലയേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചുരുക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്കിടുന്നു, വേറൊരാൾ എന്തോ ചെയ്തിട്ട് സമാധിയാണ് എന്ന് പറയുന്നു. വേറൊരാൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലെ ദുരന്തങ്ങൾക്കെല്ലാം കാരണം അപ്പുറത്തുള്ള മുടി നീട്ടി വളർത്തിയ ചേച്ചിയാണ്. കടാരയുമായി അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് അവരെ കൊന്നുകളയുകയാണ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണൻ അടിച്ചോടിച്ച കേരളം ഒളിച്ചും പാത്തും മെല്ലെ തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് വിളിച്ചു പറയാൻ നമ്മൾ മടിക്കരുത് എന്നതായിരിക്കണം ശ്രീനാരായണ പഠന കേന്ദ്രങ്ങളുടെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തിറങ്ങി നാം പ്രഖ്യാപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ദൂരത്തല്ല, പുള്ളിങ്കുടി എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ദൂരത്തല്ല. ശ്രീനാരായണൻ തൻ്റെ ഒരു വടിയുമായി മെല്ലെ നടന്നു വരുന്നു. സാന്ദ്രമായ മുഖം. ഈ പ്രൊഫിറ്റ് ഓഫ് പീസ് എന്ന പുസ്തകത്തെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറയാനുണ്ട്. സ്വാമി ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്വാമികൾ നേതൃത്വം കൊടുക്കുന്ന ചെമ്പഴന്തിയെ ആ പ്രസ്ഥാനമാക്കി മാറ്റിയ സാക്ഷാൽ സ്വാമി ധർമ്മതീർത്ഥരുടെ പുസ്തകത്തിൻ്റെ പേരാണ് ദ പ്രൊഫിറ്റ് ഓഫ് പീസ്. ശ്രീനാരായണൻ ഒരാളോടും ദ്വേഷിച്ചിട്ടില്ല, ശ്രീനാരായണൻ ഒരാളെയും തല്ലിയിട്ടില്ല, ശ്രീനാരായണൻ ഒരാളോടും കോപിച്ചിട്ടില്ല. പക്ഷേ ഗുരു പിണങ്ങിയിട്ടുണ്ട്. വർക്കലയിൽ നിന്ന് പിണങ്ങി ഇറങ്ങി ചാക്കയിൽ വന്ന് ട്രെയിൻ കയറിയിട്ട് അദ്ദേഹം പോയ കഥകളുണ്ട്. കോലത്തുകരയിൽ നിന്ന് പിണങ്ങി കടക്കാവൂർ സ്റ്റേഷനിൽ വന്ന് സങ്കടപ്പെട്ടിരുന്ന ഗുരുവിനെക്കുറിച്ച് മലയാളത്തിൽ നോവൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരാളെയും ദ്വേഷിക്കാതെ, ഒരാളെയും തല്ലാതെ ഒരു മഹാവിപ്ലവം സാധ്യമാക്കിയ ഈ വരിഷ്ഠനായ പ്രഭുവിനെ പറ്റി ദ പ്രൊഫിറ്റ് ഓഫ് പീസ് എന്ന പുസ്തകം എഴുതിയ ഗുരുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വടിയുമായി വന്നിട്ട് മെല്ലെ തട്ടിക്കളെ. ഇതെന്നാ ചെയ്യുന്നത്? ഇത് അനാചാരമാകുന്നു. ഒരു ദൈവത്തെ മാറ്റി വേറൊരു സ്ഥാനത്തേക്ക് ഇരുത്തിയിട്ട് സാക്ഷാത്കരിക്കപ്പെടുന്ന ദൈവത്തെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ആ ദൈവസ്ഥാനത്തിന് ഒരു കർമ്മശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്നു. ഒരാൾ വന്ന് ചോദിക്കുന്നു, മുഹൂർത്തം എന്താ? ഗുരു പറഞ്ഞത്, മുഹൂർത്തം അളന്നുകൊള്ളൂ, അടി അളന്നുകൊള്ളൂ, ജനിച്ചിട്ടല്ലേ മുഹൂർത്തം അറിയുന്നത്. ഗുരു തിരുത്തിയ കേരളം ഇരുട്ടിലൂടെ നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഗുരുവിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനും കഴിയണമെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം. അത് ഡോക്ടർ KN രാജിൻ്റെ ഒരു അനുഭവമുണ്ട്. 1980 കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ കൂടുമ്പോൾ ആ മീറ്റിങ്ങിൽ ലോകപ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ പങ്കെടുക്കുകയാണ്. ഇത് ശാർഗധരൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു തീസിസിൽ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സാമ്പത്തിക വിനിമയ പ്രക്രിയയെപ്പറ്റി, സാമ്പത്തിക ആസൂത്രണത്തെ പറ്റിയിട്ടുള്ള മീറ്റിംഗ് നടക്കുമ്പോൾ അമർത്യ ആ മീറ്റിങ്ങിൽ ഒരു സജഷൻ പറഞ്ഞു. വികസനമെന്നത് മേൽത്തട്ടിൽ നിന്നാൽ മാത്രം പോരാ, താഴേത്തട്ടിലേക്ക് എത്തുകയും താഴേത്തട്ടിൽ നിന്നത് വികേന്ദ്രീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു സൂക്ഷ്മരൂപം അമർത്യാസൻ പറയുകയും ചെയ്യുകയാണ്. 1980 പറഞ്ഞ അമർത്യ 90കൾക്ക് ശേഷം നൊബേൽ സമ്മാനം നേടാനിരിക്കുന്ന ഒരു വിശ്രുതനായ എക്കണോമിസ്റ്റാണ് എന്ന് നമുക്കറിയാം. ആ കൂട്ടത്തിൽ ഡോക്ടർ KN രാജ് ഈ മീറ്റിംഗ് എല്ലാം തീരാറായപ്പോൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ചെയർമാൻ, ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അമർത്യ ഇവിടെ പറഞ്ഞ ഈ സാമ്പത്തിക ആസൂത്രണ പ്രവർത്തനമുണ്ടല്ലോ, അത് നടപ്പിലാക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ ഈ സാമ്പത്തിക ആസൂത്രണ പ്രവർത്തനത്തെ എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ്, വേണമെങ്കിൽ ഒരു നൂറ്റാണ്ടിന് മുൻപ് കേരളമെന്ന ചെറിയ സ്ഥലത്ത് നടത്തി കാണിക്കുകയും അത് ജനങ്ങളുടെ വികസന പ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്ത ഒരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുകൂടി ഈ ആസൂത്രണ കമ്മീഷൻ്റെ നോട്ടിൽ അങ്ങൊന്ന് നന്ദിയോടുകൂടിയിട്ട് എഴുതി വെക്കണേ എന്നുള്ള ഒരു സജഷൻ പറയുന്നുണ്ട്. ആ നിലയിൽ വ്യത്യസ്തമായ ആലോചനകളുടെ,
ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ പ്രക്രിയ സത്യത്തിൽ നമ്മളെ ഒരുപാട് ഉയരത്തിൽ എത്തിക്കുന്ന ഒന്നായി ഞാൻ കാണുകയാണ്. 1927 ജനുവരി 16 ബോധാനന്ദ സ്വാമികളെ ധർമ്മസംഘത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും തനിക്ക് ശേഷം തൻ്റെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ബോധാനന്ദനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ബോധാനന്ദനിൽ സകലമാന ഉത്തരവാദിത്വങ്ങളും നിക്ഷിപ്തമാക്കുകയും ചെയ്ത ശേഷം സ്വാമികൾക്ക് വൈക്കത്തെ ബേലൂർ മഠത്തിൽ വെച്ചൊരു അനുമോദന സമ്മേളനം ഗുരു നടപ്പിൽ വരുത്തുകയുണ്ടായി. ബേലൂർ മഠമെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിക്ക് അനേകകാലം ജീവിച്ചിരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ശ്രീനാരായണൻ സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സ്ഥലമാണ് ബേലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിന് ലക്ഷ്യബോധം നിർണയിച്ച സ്ഥലമാണ് ബേലൂർ മഠം. ആ ബേലൂർ മഠത്തിൽ ബോധാനന്ദ സ്വാമികൾക്ക് അനുമോദന സമ്മേളനം നടത്തുമ്പോൾ ശ്രീനാരായണൻ സഹോദരൻ അയ്യപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യപ്പ, ഈ മീറ്റിങ്ങിൽ നന്ദി പറയേണ്ടത് മറ്റൊരാളുമായിരിക്കരുത്. അയ്യപ്പൻ ഈ മീറ്റിങ്ങിന് നന്ദി പറയണം. നന്ദി പറയുന്ന സന്ദർഭത്തിൽ അയ്യപ്പൻ ബോധാനന്ദ സ്വാമികളെക്കുറിച്ച് എഴുതിയ ഒരു കവിത കൂടി തൻ്റെ കയ്യിൽ വച്ചിരുന്നു. ആ കവിതയിലെ 2 സ്റ്റാൻസ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കവിത ചൊല്ലുന്ന പ്രിയപ്പെട്ട സുമേഷ് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കവിത ചൊല്ലാൻ തുടങ്ങുന്നില്ല. മുന്നേ മുനീന്ദ്രൻ കത്തിച്ച ധർമ്മദീപം ക്രമത്തിനാൽ മങ്ങി അസ്മൽ ഗുരുമുനി തെളിയിച്ചതു പിന്നെയും സ്നേഹസമ്പൂർണമാ ദീപം തെളിഞ്ഞിരുളൊഴിക്കവേ മാർഗഭ്രമണഭീ നീങ്ങി നീങ്ങി തസ്കരഭീതിയും. എന്നിട്ട് സഹോദരൻ ബോധാനന്ദ സ്വാമികളുടെ മുഖത്തേക്കൊന്ന് നോക്കി. നൂറ്റാണ്ടുകളായി അണഞ്ഞുപോയ സ്നേഹത്തിൻ്റെ ദീപ്തിയെ കൊളുത്തിവെച്ച ശ്രീനാരായണൻ്റെ ദീപമാണ് മുനെ അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്നത്. അങ്ങയുടെ കയ്യിലേക്ക് തരാൻ പോകുന്ന വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം ഒരു ചെറിയ വെളിച്ചമല്ല കേട്ടോ. ആ വെളിച്ചം ഈ അഖില ലോകത്തിനും പ്രകാശമായി തീർന്ന നക്ഷത്രമാണെന്നുള്ള ബോധ്യം അങ്ങേക്കുണ്ടായിരിക്കണേ എന്ന് ബോധാനന്ദ സ്വാമിയോട്. പക്ഷേ കാലത്തിനു മുന്നിൽ ബോധാനന്ദന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് ചരിത്രം. ശ്രീനാരായണൻ സമാധിയായി മണിക്കൂറുകൾക്കുള്ളിൽ ബോധാനന്ദൻ സമാധിയായി എന്നുള്ളത് ചരിത്രം. അതുമാത്രമേ എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കാനുള്ളൂ. നാം കയ്യിലേന്തി വച്ചിരിക്കുന്ന ദീപമുണ്ടല്ലോ, ഈ ക്ലാസ് മുറിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കയ്യിലേന്തുന്ന ദീപമുള്ളല്ലോ, അതൊരു കേവലമായ കളിപ്പാട്ടമാണെന്ന് ആരെങ്കിലും ഒരാൾ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് കാലത്തോടൊരുപാട് മറുപടികൾ പറയേണ്ടി വരുമെന്നുള്ളതാണ് നാം മനസ്സിൽ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ആരെങ്കിലും ഒരാൾ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ശ്രമമെങ്കിലും നടത്തുന്ന ഒരാൾ കാലത്തിനു മുന്നിൽ എത്രയേറെ വലിയ രൂപത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നു എന്നതാണ് അസൂയയോടുകൂടി ഞാൻ കാണുന്ന ഒരു കാര്യം. അവർ ചെയ്യുന്ന കർമ്മത്തിന് കാലം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ 10-1 പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന അസൂയയാണ് സത്യത്തിൽ ഞാൻ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയുമല്ലാതെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.